വിരാട് കോഹ്ലി ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുന്നു. ഈ മാസം 24 മുതൽ തുടങ്ങുന്ന വിജയ് ഹസാരെ ട്രോഫിയിൽ ഡൽഹിക്കായാണ് താരം കളിക്കുക. 2010 ഫെബ്രുവരിക്ക് ശേഷം കോഹ്ലി വിജയ് ഹസാരയിൽ കളിച്ചിട്ടില്ല. ആന്ധ്രയ്ക്കെതിരെ ഈ മാസം 24-നാണ് ഡൽഹിയുടെ ആദ്യ മത്സരം. സൂപ്പർ ലീഗ് കേരളയിൽ സെമി ലക്ഷ്യമിട്ട് തിരുവനന്തപുരം കൊമ്പൻസ് ഇന്നിറങ്ങും. അവസാന ലീഗ് മത്സരത്തിൽ കാലിക്കറ്റ് FC-യാണ് എതിരാളികൾ. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30-ക്കാണ് മത്സരം. 13 പോയിന്റുള്ള തിരുവനന്തപുരം 4-ാം സ്ഥാനത്താണുള്ളത്. ഇന്നത്തെ മത്സരം ജയിച്ചാൽ തിരുവനന്തപുരത്തിന് സെമിയിലെത്താം. തിരുവനന്തപുരം തോറ്റാൽ കണ്ണൂർ സെമിയിലും എത്തും. ജൂനിയർ ഹോക്കി ലോകകപ്പിൽ സ്വിറ്റ്സർലൻഡിനെ തോൽപ്പിച്ച് ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ. എതിരില്ലാത്ത 5 ഗോളുകൾക്കായിരുന്നു ഇന്ത്യയുടെ ജയം. ഇന്ത്യക്കായി മൻമീത് സിംഗ് ഇരട്ട ഗോൾ നേടി. ക്വാർട്ടറിൽ ബെൽജിയമാണ് ഇന്ത്യയുടെ എതിരാളി. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരവും ജയിച്ചാണ് ഇന്ത്യ ക്വാർട്ടറിൽ എത്തുന്നത്. മലയാളി താരം PR ശ്രീജേഷാണ് ഇന്ത്യയുടെ പരിശീലകൻ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫുട്ബോൾ ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ട ടീമുകളെ തെരഞ്ഞെടുക്കുന്ന നറുക്കെടുപ്പിൽ പങ്കെടുക്കും. വൈറ്റ് ഹൌസാണ് വെള്ളിയാഴ്ച വാഷിംഗ്ടണിൽ നടക്കുന്ന നറുക്കെടുപ്പിൽ ട്രംപ് പങ്കെടുക്കുമെന്ന കാര്യം അറിയിച്ചത്. അതിനിടെ ചില ഡെമോക്രാറ്റിക് ഭരണ പ്രദേശത്ത് നിന്ന് ലോകകപ്പ് മത്സരങ്ങൾ മാറ്റാനും ട്രംപ് ശ്രമിക്കുന്നുണ്ട്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ വിദർഭയ്ക്കെതിരെ കേരളത്തിന് 6 വിക്കറ്റിന്റെ തോൽവി. 165 റൺസ് വിജയലക്ഷ്യം. വിദർഭ 9 പന്തുകൾ ബാക്കി നിൽക്കെ മറികടന്നു. യാഷ് താക്കൂറാണ് കളിയിലെ താരം. കേരള നിരയിൽ വിഷ്ണു വിനോദും രോഹൻ കുന്നുമലും അർദ്ധ സെഞ്ചുറി നേടി. കേരളത്തിന്റെ 3 താരങ്ങൾ മാത്രമാണ് 2 അക്കം കണ്ടത്. T20-യിൽ വീണ്ടും സെഞ്ചുറിയുമായി കൗമാര താരം വൈഭവ് സൂര്യവംശി. മുഷ്താഖ് അലി ട്രോഫിയിൽ മുംബൈക്കെതിരെ 61 പന്തിൽ 108 റൺസാണ് ബിഹാർ താരം നേടിയത്. 16 ഇന്നിംഗ്സിനിടെ വൈഭവിന്റെ 3-ാം സെഞ്ചുറിയാണിത്. മത്സരത്തിൽ പക്ഷേ ബിഹാർ മുംബൈയോട് 3 വിക്കറ്റിന് തോറ്റു. പൃഥ്വി ഷോയാണ് കളിയിലെ താരം.